കുടിച്ചോ 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 കുടിച്ചോ. വേഗം കുടിച്ചോളൂ, വേഗം കുടിച്ചോളൂ. പഠിച്ചോനെ, ഈ വണ്ടിക്ക് കുതിരൻ്റെ ശക്തി നൽകണേ. ഇങ്ങോട്ട് വലിക്കുക. അങ്ങനെ ഇവിടെ ഞാൻ ഇതാ ഓയിൽ, കുഴപ്പമില്ലാത്തൊരു ലൂസ് ഓയിലാണ്. പുതിയ ഓയിൽ തന്നെ ഉണ്ടാവും. കരി ഓയിലൊന്നും എടുത്തിട്ട് ഈ പിസ്റ്റൻ്റെ ഉള്ളിൽ ആക്കരുത്. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ വണ്ടി മുന്നങ്ങ് പൊന്തി അങ്ങനെ പോകണം. അപ്പോൾ ഇതാണ് ബോഷിൻ്റെ നമ്മുടെ പുതിയ പ്ലഗ്. പഴയ പ്ലഗ് ഇതാ നമ്മളിവിടെ ഇതിന് പരിപ്പെടുക്കാൻ പോവാണ്. അയച്ചെടുക്കണം. അയച്ചെടുക്കാനായിട്ട് 20ൻ്റെ ബോക്സ് വെക്കുക. 40 രൂപൻ്റെ ചൂട്ടി ഓയിൽ ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. 40 ഒഴിക്കണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ പിസ്റ്റൻ കുറച്ചുകൂടെ ലോഡ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് 40 ഒഴിച്ച്. 40 ഒഴിച്ചാൽ ഇവിടെ നല്ല രീതിയിൽ പുക സ്മോക്ക് ചെയ്യും, നല്ല രീതിയിൽ പുക ഉണ്ടാവും. അതേപോലെ കണ്ട് വെക്കുക. എഞ്ചിൻ പണി കഴിഞ്ഞ്. ഓക്കെ, ഇനി ബിസ്മിൻ ചൊല്ലി സ്റ്റാർട്ടാക്കിയാൽ വണ്ടി റെഡി. അഞ്ചാമത്തെ കിക്കിൽ വണ്ടി സ്റ്റാർട്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ പിസ്റ്റൺ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് കംപ്ലീറ്റ് ഡിസ്പാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർ വീഡിയോ ആണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ബോർ ചെയ്ത് വെച്ചിട്ടുള്ള പിസ്റ്റൺ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് പാക്കിങ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇത്ര ലാഗ് ആയത് കേട്ടോ. പാക്കിങ് കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ദിവസം ചെവിക്ക് പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ കുറച്ച് ദിവസം ലാഗ് ആയതാണ്. അപ്പോൾ ഇന്ന് നമ്മളിതൊക്കെ കൂടെ നുള്ളിപ്പെറുക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്, ആരും പണി തടസ്സപ്പെടുത്തുന്നൊരു വീഡിയോ ഒന്നും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഭയങ്കര വർക്ക്ഷോപ്പ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം കൊണ്ടൊന്നും ഞാൻ ചെയ്യുന്നതല്ല, ഞാനൊരു വർക്ക്ഷോപ്പുകാരനും അല്ല. ഞാൻ ഇത്രയും കാലം വണ്ടി ഉപയോഗിച്ചിട്ട് അതിന് ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അയച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് ഡിസ്മാൻഡിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് കംപ്ലീറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തിറക്കുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്, നമ്മുടെ പിസ്റ്റൺ എത്രയാണ് സൈസ്, സിലിണ്ടർ ഏതാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതെങ്ങനെയാണ് അയച്ചിട്ട് എടുത്തു വെക്കേണ്ടതെന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരിക, എന്നിട്ട് ഈ വീഡിയോ കാണാം. അപ്പോഴത് എങ്ങനെ അയച്ചത്, ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി നിങ്ങൾക്ക് കാണാൻ. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിലാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ A to Z കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഹാഫ് എഞ്ചിൻ അയച്ചോടെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ക്രാങ്ക് ഇതാ കണ്ടോ, ഈ ഒരു പ്ലേയിൽ ക്രാങ്ക് പ്രശ്നമുണ്ട്. ക്രാങ്കിന് ആക്ച്വലി ചെറിയൊരു പ്ലേ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഒരു വർക്കും ഞാൻ ചെയ്യണില്ല. ഞാനിപ്പോൾ ഇത്രയും ദിവസം ഏകദേശം 7 ദിവസമായാലും നമ്മൾ വീഡിയോ ചെയ്തിട്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു 8, 9, 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണാം. എനിക്ക് നല്ല രീതിയിൽ പനി കാര്യങ്ങൾ, ചെവിട് വേന, ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലാഗ് ആയതിട്ടാണ്. അപ്പോൾ ഇന്ന് ഒരു ഫ്രീ ടൈം ഇപ്പോഴും കറക്റ്റ് റെഡി ആയിട്ടില്ലായിരുന്നു. ഫ്രീ ടൈം കിട്ടിയപ്പോൾ എടുത്ത് ഇറങ്ങിയതാണ്. ഒരു ചെവിട് അടങ്ങി എടുക്കുക കേട്ടോ. എൻ്റെ മൈക്കിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വോയിസ് ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഓക്കെയാണ്. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഞാൻ പറയുമ്പോൾ ഞാൻ ആക്ച്വലി സംസാരിക്കുന്ന രൂപത്തിലായിട്ടില്ല നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ വരിക. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പിസ്റ്റൺ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ പിസ്റ്റൺ. ഇതിപ്പോൾ ലൈറ്റിന്ന് റിങ്സൊക്കെ ഇട്ട് സെറ്റാക്കി തന്നതാണ്. റിങ്സ് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട്. റിങ്സിൽ ഇടുന്ന വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അത്രയും മിനിറ്റ് പോകും. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ റിങ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ പൊസിഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓയിൽ റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് നമുക്കൊരു പിസ്റ്റൺ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിസ്റ്റൺ ഇതാ 75 ഇവിടെയാണ് ഇതിൻ്റെ നമ്പർ വരിക.
ഇപ്പോൾ ലാസ്റ്റ് പിസ്റ്റനാണ് 70-100 ചെയ്യുന്ന ആൾ ഓവർ സൈസ് ആയി കഴിഞ്ഞാൽ ചെയ്യുന്ന പിസ്റ്റൻ കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഒന്നും ലൈറ്റിൽ കിട്ടൂല കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ ചെയ്തിച്ച പിസ്റ്റനാണ്, സിലിണ്ടറാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എക്സോസ്റ്റിൻ്റെ സൈഡ് ഇതാണ്, നമ്മളെ ഇല്ലറ്റ് സൈഡ് ഇതാണ്, എക്സോസ്റ്റ് സൈഡ് ഇതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു പോയിന്റ് ചെയ്തിട്ടുള്ള 75, ഇപ്പോൾ 50 ആണെങ്കിൽ ഇവിടെ 0.5 എന്നുണ്ടാവും. ഓരോ സൈസ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പഴയ സിലിണ്ടർ ഉണ്ടല്ലോ, അത് സിലിണ്ടർ നമ്മൾ ഓൾറെഡി മാറിയിട്ടുണ്ട്, വേറെ സിലിണ്ടറാണ്, നമ്മൾ സാമ്രാജ്ഞി സിലിണ്ടറാണ് ഇതിലിടുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പിക്കപ്പും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് സാമ്രാജ്ഞി സിലിണ്ടർ ഇതിലിടുന്നത്. ഓക്കെ, 75 പിസ്റ്റൻ. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന 75. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 75 ചെയ്തത് കേട്ടോ. ഇത് നമുക്ക് കിട്ടിയ സമയത്ത്, ഇതാണ് സിലിണ്ടർ, ഇത് കിട്ടിയ സമയത്ത് 50 ഇതിൽ പിസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം പൊളിഞ്ഞൊരു സിലിണ്ടർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഓടി തയകി പണ്ടാറടങ്ങിയ ഒരു പിസ്റ്റൻ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുപോയിട്ട് നമ്മൾ കുറച്ച് കാലം മുന്നേ ചെയ്തിച്ചാണ്. ഒന്നുകൂടെ ഒന്ന് ഓയിലിട്ട് നമുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല, അതേ ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റേതായ ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇത് അൺസ്ലീവ് സിലിണ്ടറാണ്, സ്ലീവ് അല്ല. സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ മാക്സിഡൻറ്റ് പോട്ട് ചെയ്യാതെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മെയിൻ പ്രശ്നം വലിയ തന്നെ ആയിരിക്കും. പോട്ട് ചെയ്യാത്ത സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ, അല്ല സ്ലീവ് ആയ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഇതുണ്ടാവും, വലിയ കമ്മി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്ലീവ് ഇടുന്നതിനെക്കാട്ടും നല്ല മാക്സിഡൻറ്റ് സാമ്രാജ്യൻ്റെ ഒക്കെ സിലിണ്ടർ കിട്ടാനുണ്ട്, കുറഞ്ഞ വിലക്ക് തന്നെ കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് യൂസ് ചെയ്യുന്നതാവും ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അൺസ്ലീവ് സിലിണ്ടറൊക്കെ ഒരുപാട് കിട്ടാനുണ്ട്. അപ്പോൾ 75 നമ്മുടെ പിസ്റ്റൺ വരുന്നത്. സിലിണ്ടർ ഇതാ, ഇതിൻ്റെ മറുപുറം ഞാൻ കാണിച്ചു തരാം. പുറത്തെ സൈഡ് ഇതാണ്ടാ, ഇവിടെ 3 വാൾവ് വരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അയച്ചു നോക്കിയിട്ടില്ല. ഞാൻ അയക്കുകയാണെന്നുണ്ടെങ്കിൽ പാക്കിങ് കാര്യങ്ങളൊക്കെ മാറി കൊടുക്കേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അയച്ചു നോക്കിയിട്ടില്ല. 3 വാൾവാണ്, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. അതിൻ്റെ കാർബണും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്തിടാം. 3 വാൾവ് സിലിണ്ടറാണ്. അതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കുറച്ചുകൂടെ ഫസ്റ്റിലിട്ട് സെക്കൻഡിലിട്ട് തേർഡിലിട്ട് ഫോട്ടോക്ക് ഇട്ട് അങ്ങനെ പോകില്ല. അപ്പോൾ ആ ഇട്ട് പോകുന്ന സമയത്ത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് വലിപ്പിക്കുന്ന ഇനീഷ്യലി നമുക്ക് കൂട്ടി കിട്ടും. സാധാ ടോപ്പ് എൻഡ് തന്നെ ആയിരിക്കും, കുറച്ചുകൂടെ കിട്ടും തോന്നുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം, എന്തായാലും 1000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഇവിടെ എക്സോസ്റ്റിൻ്റെ ഇവിടെ നമ്മുടെ ഇതും കാര്യങ്ങളൊക്കെ കറക്റ്റ് സാധനമുണ്ട്. നമ്മൾ ഹാഫ് കിറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഹാഫ് കിറ്റിലും സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് മാറുന്നില്ല. ഈ നമ്മുടെ സൈലൻസറിൻ്റെ ഗ്യാസ്കറ്റൊക്കെ ഈ പാക്കിങ്ങിൽ വരുന്നുണ്ട്. ഹാഫ് കിറ്റ് സാധാരണ ഇതാണ് ഹാഫ് കിറ്റ്. ഇത് ഓൾഡ് സ്റ്റോക്ക് കേട്ടോ, സുസുക്കിൻ്റെ ഓൾഡ് സ്റ്റോക്ക് വന്നിട്ടുള്ളൊരു സാധനം നമ്മൾ ഇവിടുന്ന് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ചാണ്. ഇതിൽ ഹെഡ്, അതേപോലെ സിലിണ്ടറിൻ്റെ ഉണ്ട്, പിന്നെ നമ്മളെ വാൾവിൻ്റെ ഉണ്ട്, ഹെഡിൻ്റെ പാക്കിംഗ് ഉണ്ട്. ഹാഫ് കിറ്റ് സാധാരണ കിട്ടലില്ല. അപ്പോൾ ഹാഫ് കിറ്റ് കിട്ടണില്ല. ഇത് ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് കിട്ടിയതാട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കമ്പനി, എന്തോ നെക്സണോ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ സാധനങ്ങൾ. റിങ്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഒന്നുമില്ല, ചെറിയൊരു സംഭവം. ഇതിൽ അടിയിൽ ഓയിൽ റിങ് ഇടുക, അതിൻ്റെ മേലെ ഈ റിങ് ഇടുക, പിന്നെ ഒന്നാമത്തെ റിങ്ങും രണ്ടാമത്തെ റിങ്ങും കൊണ്ട് എടുത്തിടുമ്പോൾ ഈ ടോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ ആ ടോപ്പ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടാൽ മതി. സിമ്പിൾ പരിപാടി. അപ്പോൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സിമ്പിൾ മെക്കാനിക്സാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് അയച്ചിട്ട് ഇത് ഒരു കുന്തും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കാൻ നിൽക്കരുത്. അയക്കാൻ പേടിയിൽ അയച്ചിട്ട് പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ടാണെന്നൊന്നും പറയും ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, ഇത് അയക്കാനേ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ടൂൾസ് ഒന്നും എടുത്തിട്ട് വരാം. എൻ്റെ ഒരു ചൂട് അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഇടത്തെ സൈഡ് കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുകയാണ്, വലത്തെ സൈഡിൽ കൂടെ മാത്രമാണ് ഞാൻ അപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ 2 ദിവസം കഴിയും എന്തായാലും ഒന്ന് റിക്കവറി ആവാൻ. മെഡിസിൻ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ചെവി വേദന ചെറുതൊന്നുമല്ല കേട്ടോ, നല്ല വേദനയാണ്. ചെവി വേദന വന്നു കഴിഞ്ഞാൽ വന്നവർക്കറിയാം അതിൻ്റെ ഇടങ്ങേറെന്താണ്. ഓക്കെ, നമ്മൾ വിഷയത്തിൽ തന്നെ മാറേണ്ട, പരിപാടി തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്കിത് ഒന്നായിട്ട് നുള്ളിപ്പുറക്കി ഇടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ റാച്ചറ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഹെഡും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ പിസ്റ്റൻ്റെ ലോക്ക് ചെയ്തിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ചെറിയ ടൂണിങ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു റബ്ബർ ചുറ്റിക എടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു റാച്ചറ്റ് എടുത്തിട്ടുണ്ട്. 12-13 ബോക്സ്. ഇത്രയും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടൊന്നും അറിയില്ല, ഞാൻ പറയാം. സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി നമുക്ക് സക്സസ് ആയിട്ട് നിർത്താം. പിന്നെ ഞാൻ കഴിഞ്ഞ നേരത്തെ സാധനങ്ങൾ കാണിച്ചപ്പോൾ അതിൽ സാധനം വിട്ടുപോയി. നീഡിൽ ബെയറിങ്ങിന് പഴയ നീഡിൽ ബെയറിങ് പറ്റ പോയിരുന്നു. ഇവിടെ അങ്ങനെ ഈ ഒരു സംഭവങ്ങളുണ്ട്, ഞാൻ പഴയതുമാണ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പഴയ നീഡിൽ ബെയറിങ്. ഈ ബെയറിങ് ഉണ്ടാകും, ഇതും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. കണ്ടോ, കുയ്യായി കണ്ടോ,
രണ്ടും നമ്മളെ വ്യത്യാസം ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഒന്ന് കുഴിയായിട്ടുണ്ട്, അത്രയും ഓടിയിട്ട് തേയ്മാനം വന്നതാണ്. അപ്പോൾ ഇത് മാറി കൊടുക്കണം. മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇങ്ങനെ വലിപ്പിക്കുന്ന സമയത്ത് നീഡിൽ ബെയറിങ്ങിന് സൗണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് മാറി വിടൽ നിർബന്ധമാണ്. തേയ്മാനം വന്നാൽ അപ്പോൾ തന്നെ മാറി വിടുക. തേയ്മാനം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടീഷൻ നോക്കിയാൽ മതി. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇത് എല്ലാം പോയിന്. പഴയ പിസ്റ്റൺ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നെ. അതാണ് നമ്മളെ ചത്ത പിസ്റ്റൺ. ഇത് ഇനി ഓടും കേട്ടോ, ശരിക്ക് ഇനി ഓടും, കുറേ കാലമൊക്കെ ഇനി ഓടും. അതാണ് സാമുറായി മാക്സിൻ്റെ ഒരു പ്രത്യേകത. ഇത് ജീവനില്ലെങ്കിലും അങ്ങനെ ഓടിക്കോളും. ചെറിയൊരു ഇതിങ്ങനെ കൊടുത്താൽ മതി. അത് പൊട്ടിയാലും ചിലപ്പോൾ ഓടിന്ന് വരും. അതാണ് സുസുക്കിൻ്റെ ബിൽഡ് ക്വാളിറ്റി. RX മാറിയില്ല. RX പിസ്റ്റൺ വന്നു കഴിഞ്ഞാൽ ഒരു കടകട സൗണ്ട് കൂടുതലായിരിക്കും. ഇത് പിസ്റ്റൺ പണി വന്നാലും കുറേ കാലം ഇത് ഓടും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പിസ്റ്റ അത്രയും, പിന്നെ ഒറിജിനൽ പിസ്റ്റ ആയതുകൊണ്ട് അത്രയും നിന്നാണ്. ഞാൻ നല്ല പോലെ വലിച്ചോണി കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് മാറ്റി വെക്കാം. ഹെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആദ്യത്തെ പരിപാടി ഈ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം. ഇത് എന്തിനാണ് ഇതിലേക്ക് തിരികെ വെക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ ആവർത്തിക്കണില്ല. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഒരു വേസ്റ്റോ സീലോ കഷ്ണോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവിടെ കൊണ്ട് വെക്കുക. വെച്ചിട്ട് കുറച്ചും കൂടെ ക്യാമറ ഉള്ളിൽ വെക്കട്ടെ. എന്നാലേ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞങ്ങൾ ക്യാമറ പൊസിഷൻ കാര്യങ്ങളും കുറച്ച് അങ്ങോട്ടൊക്കെ ആയിരുന്നു. ഓക്കെ, ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഞാനിത് ആഫ്റ്റർ മാർക്കറ്റ് സാധനം വാങ്ങിയാണ്. ഇത് കറക്റ്റ് സൈസാണെന്ന് നോക്കണം. വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അതിൻ്റെ പൊസിഷൻ കറക്റ്റാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഏകദേശം ആയി കിട്ടും. ഓക്കെ, ഇതുണ്ടോ ഇവിടെ പ്ലേ ഉണ്ട്. ഇതിൽ നമുക്ക് പ്ലേ ഉണ്ട്, പക്ഷേ പ്ലേ കുറവാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. തേയ്മാനം നോക്കിയാൽ ഇത് കണ്ടാണ് കംപ്ലീറ്റ് തേയ്മാനം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ ഇതാ റിങ്സിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കുക. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. കാണിച്ചുതരാം. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ഇതുണ്ടോ? അതായത് നമ്മളെ ഈ 75 എഴുതിയ ഭാഗമല്ലേ, ഈ 75 എഴുതിയ ഭാഗത്ത് 2 ആരോ മാർക്ക് ഉണ്ടാവും. ഈ ഭാഗത്ത് ഒരു ആരോ മാർക്ക് ഉണ്ടാവും, ലോക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ മേലത്തെ റിങ് കൊണ്ടുപോയിടുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പ്രശ്നമില്ല. ഇത് കണ്ടിട്ടാലും ഇട്ടാലൊക്കെ സെയിം തന്നെ. പക്ഷേ ഈ റിങ് ഇത് കറങ്ങിയിട്ട് ഇങ്ങോട്ട് എക്സോസിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇടരുത്. ഇത് നേരെ ഇതിൻ്റെ പൊസിഷൻ തന്നെ. ഇവിടെ പിന്നുണ്ടെങ്കിൽ ഈ പിന്നിൽ കൊണ്ടുപോയിട്ടിടുക. അതേപോലെ ഇവിടെയും ഇവിടെ ഒരു പിന്നുണ്ട്, ആ പിന്നിലും കൊണ്ടുപോയിട്ടാണ് ഇടുക. അപ്പോൾ ഇത് കറക്റ്റായി. ഇവിടെ ഈ 75 എഴുതിയ ഭാഗത്ത് നേരെ കറക്റ്റാക്കിയിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എടുക്കുക. ഇത് നേരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ പിന്നുണ്ടാവും. ഇത് പുതിയതൊക്കെ ലേറ്റിൽ നിന്ന് കിട്ടും നമുക്ക് പുതിയത്. ഓക്കെ, അതുകൊണ്ടൊന്നും ടെൻഷൻ വേണ്ട. ഇനി പിന്നോടെ എന്നോട് വെച്ചത് ഒക്കെ ലേറ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണെങ്കിലും സിലിണ്ടറാണ് കൊണ്ടുപോയി കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഓരോ സെറ്റാക്കി തരും. ഓക്കെ, ഇതിൻ്റെ ലോക്ക് ഇതിങ്ങനെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ അയച്ചിരുന്നില്ല കഴിഞ്ഞ വീഡിയോ. അതുകൊണ്ട് ഞങ്ങളോട് കഴിഞ്ഞ വീഡിയോ കാണാൻ പറഞ്ഞു. ഇത് മാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതെങ്ങനെ അയച്ചെന്ന് നിങ്ങൾക്ക് കൊടുത്താൽ കിട്ടും. എന്തൊക്കെയാണ് അയച്ച് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ അയച്ച സാധനങ്ങളാണ് തിരിച്ചു കൊടുക്കാമെന്നുള്ളൂ. വേറൊരു പരിപാടി ഇവിടെ നടത്തുന്നില്ല. എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. അയച്ചത് എങ്ങനെയാണോ അതേമാതിരിയാണ് കൊടുക്കുക. അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. നേരെ ഇങ്ങോട്ട് വെക്കുക. ഇത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 75 കണ്ടോ നിങ്ങൾ ഇവിടെ കണ്ടാ 75 ഇതാണ് ഇല്ലറ്റ് സൈഡ്. ഇല്ലറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാർബറേറ്ററിലേക്ക് കൊടുക്കുന്ന ഭാഗമല്ലേ, ബ്രീഡ് വാൾവ് കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗത്തേക്ക് ഇടുന്ന സൈഡാണിത്. അപ്പോൾ എപ്പോഴും ഇത് മറക്കാതെ ഇല്ലറ്റ് സൈഡിൽ തന്നെ ഇടണം. ഇതിൽ EX എന്ന് കണ്ട അത് എക്സോസ്റ്റ് സൈഡ്. ഈ നമ്മളെ സൈലൻസറിന് വരുന്ന ഭാഗത്തേക്കാണ് ഈ എക്സോസ്റ്റ് സൈഡ് വരിക. അപ്പോൾ ഈ ഭാഗം എക്സോസ്റ്റ് ഈ 75 എഴുതിയിട്ടുള്ള എല്ലാ പിസ്റ്റണിലും വരും. ഓക്കെ, ഈ സ്പ്ലെൻഡർ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സംഭവം വന്നിട്ടേ പിസ്റ്റൺ വരുള്ളൂ. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു മാർക്കിംഗ് എന്തായാലും ഉണ്ടാവും. എക്സോസ്റ്റ് സൈഡിന് എന്തായാലും മാർക്കിംഗ് വരും എല്ലാ പിസ്റ്റണിലും. അപ്പോൾ അത് നോക്കിയാൽ മതി. എക്സോസ്റ്റ് സൈഡ് കറക്റ്റ് ആക്കിയിടുക. ഇല്ലറ്റ് സൈഡിലുമേ ചിലപ്പോൾ നമ്പർ ആയിരിക്കും, ചിലപ്പോൾ അവരെന്തെങ്കിലും ആരോ മാർക്കോ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴും ഈ 75, 25, 50 mm, 50, 25, 75, 100 ഇതൊക്കെ
ഇവിടെ എഴുതിയിട്ടുള്ള നമ്പറിൻ്റെ ആ ഒരു പൊസിഷനിലായിരിക്കും ഈ റിങ്സ് വരിക. റിങ്സ് കറക്റ്റ് ഉണ്ട് ആ പൊസിഷനിലാണ്. അപ്പോൾ ഇല്ലറ്റ് സൈഡിലേക്കാണ് റിങ്സ് നമ്മളിടുണ്ട്. ഓപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. റിങ്സ് RX-നാണെന്നും വണ്ടി സ്റ്റാർട്ടാവും, പക്ഷേ വലി ഉണ്ടാവില്ല. വണ്ടി ഇങ്ങനെ ഒരു ഒരു പിടുത്തുണ്ടാവും വണ്ടിക്ക്. അപ്പോൾ അത് നോക്കുക കേട്ടോ. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. റിങ്സ് മറിച്ചിടാതിരിക്കുക, വലിയമ്മ ഉണ്ടാവും. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് നേരെ എടുത്തിട്ട് ഇല്ലറ്റ് സൈഡിലേക്ക് വെക്കുക, ഇത് എക്സോസ്റ്റ് സൈഡിലേക്ക് വെക്കുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് നേരെ വെക്കുക, സിലിണ്ടർ ഇറക്കുക, ഹെഡ് കൊടുക്കുക, വണ്ടി സ്റ്റാർട്ടാക്കുക. പരിപാടി കഴിഞ്ഞു. ഇവിടെ ഞാൻ ഇതാ ഓയിൽ, കുഴപ്പമില്ലാത്തൊരു ലൂസ് ഓയിലാണ്, പുതിയ ഓയിൽ തന്നെ ഇടാവും. കരി ഓയിലൊന്നും എടുത്തിട്ട് ഈ പിസ്റ്റൻ്റെ ഉള്ളിൽ ആക്കരുത്, മണ്ടത്തരം കാണിക്കരുത്. കരി ഓയിൽ കാര്യങ്ങളൊന്നും എടുക്കരുത്. പുതിയ ഓയിൽ തന്നെ പിസ്റ്റൻക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് എടുക്കുക. കരി ഓയിൽ ആകുന്ന സമയത്ത് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, കുറേ കച്ചറ ഉണ്ടാവും, അത് മതിയാവും സിലിണ്ടർ ക്രാക്ക് ആവാൻ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്. ഞാൻ ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി സ്റ്റാർട്ടാവും. ഞാൻ അതിനാണ് ഞാൻ നിങ്ങളോട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറയുന്നത്. പകുതി കാണാതിരിക്കുമ്പോൾ ഇതൊക്കെ എനിക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പിന്നും ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് തട്ടുന്ന സമയത്തിൻ്റെ ഉള്ളിൽ കറക്റ്റ് കയറി പോകാൻ വേണ്ടിയിട്ടാണ് അതിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറയുന്നത്. അതേപോലെ നമ്മളെ ബെയറിങ്, നീഡിൽ ബെയറിങ് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് മുക്കി ചെയ്യാണ്ട് എടുക്കാം. അതല്ലേ കായം പൊരിക്കണ കാര്യം കൊണ്ട് ഇടിച്ചാൽ പിന്നെ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. അതിന് ഓൾറെഡി ലൂബ്രിക്കേഷൻ ഉണ്ടാവും നിങ്ങൾ വാങ്ങുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. കണ്ടാ ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടാണ്, മറ്റേത് ടൈറ്റ് ഉണ്ടാവും, ഇതിങ്ങനെ കറക്റ്റ് കയറിപ്പോവും ലൂബ്രിക്കേറ്റ്. അപ്പോൾ ഇടുന്ന സമയത്ത് ഇപ്പോൾ ഇതേപോലെ തിരിയരുത്. ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് ആക്കിയ സമയത്ത് ഇത് തിരിഞ്ഞ് എക്സോസ്റ്റ് തിരിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് എന്തായാലും നോക്കണം, ഇവിടെ 75 തന്നെയാണോ, ഇവിടെ 75 തന്നെയാണോ, എക്സോസൈഡ് കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അതേപോലെ റിങ്സ് തിരിയരുത്. അതിന് പിന്നെ സിലിണ്ടർ കൊടുക്കുമ്പോൾ റിങ്സ് തിരിയായിരുന്നാൽ മതി. അപ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞുതരാം റിങ്സ് എങ്ങനെയാണ് തിരിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ കൊടുക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. ക്യാമറ ഒന്ന് അവിടെ കട്ടെ, കുറച്ചുകൂടെ എടുത്ത് വെക്കാം ക്യാമറ, അത് നല്ലത് കാണില്ലേ. ഓക്കെ, ബിസ്മില്ല. പോട്ടെ കേട്ടോ. പിന്നെ ആ നീഡിൽ ബെയറിങ്ങിനും അതേപോലെ പിസ്റ്റനും ആ ഹോള് കറക്റ്റ് ആക്കി വെക്കുക. ഈ പിന്നാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ജസ്റ്റ് കൈയിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ചുറ്റി എടുത്തിട്ട് പതുക്കെ ഒരു സ്ക്രൂ ഡ്രൈവർ തട്ടി ഇങ്ങനെ പതുക്കെ തട്ടി കൊടുക്കുക. നന്നായിട്ട് നിങ്ങളെ വണ്ടിയാണ്, പിസ്റ്റൻ പൊട്ടും, ഉള്ളിൽ പൊട്ടും. ഇന്നർ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ പിസ്റ്റൻ റീബോർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതേ പിസ്റ്റന് ചിലപ്പോൾ കിട്ടിക്കോളുന്നുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ആക്സിഡൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിസ്റ്റൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആകെ കൊടുക്കും. നോക്കിയിട്ട് ശ്രദ്ധയോടെ ചെയ്യാം. ഞാനിത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10 വണ്ടികളും ഇതേപോലെ പണിയെടുത്തിട്ടുണ്ടാവും ഫുൾ എഞ്ചിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ചടപടയിച്ചിട്ട് ചെയ്യണത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ടാസ്ക് പരിപാടി. ഈ ഇതുണ്ടാ, ഇത് പിന്നാണ്. ഈ പിന്ന് ഇങ്ങനെ ഇടണം, മനസ്സിലായ? ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കറക്റ്റ് ലോക്കായിട്ട് നിൽക്കണം. അത് നമ്മളിപ്പോൾ അതുകൊണ്ട് തിരികെ കയറ്റിയ പിന്നില്ലേ, അതുകൊണ്ട് പുറത്തേക്ക് ഇതേപോലെ ഇത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തള്ളും. അപ്പോൾ പിസ്റ്റൻ്റെ ഉള്ളിൽ കുടുങ്ങിയാണ്ട് പിസ്റ്റൻ പൊട്ടും. അപ്പോൾ ആ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഗ്യാപ്പ് ഫ്രീ പ്ലേ ഇതാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഈ ലോക്ക് ഇടുന്നത്. തള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ ഈ ലോക്ക് ഇടണം. ഇടാതെ വണ്ടി സിലിണ്ടർ താത്തും ചെയ്യരുത്, വണ്ടി സ്റ്റാർട്ടാക്കുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇതിടണം. അടുത്ത പരിപാടി ഈ ലോക്ക് ഇടുക എന്നുള്ളതാണ്. കുറച്ചൊരു ടാസ്ക് പരിപാടിയാണ്. ചിലവർ പെട്ടെന്ന് ഇടണം. എനിക്ക് കുറച്ച് ഇടങ്ങേറായി തോന്നാറുണ്ട്. ഞാൻ ചിലപ്പോൾ സ്ക്രൂ ഡ്രൈവറായിട്ട് ഇട്ടാൽ ഞാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ നോസ് പ്ലയർ എടുത്തിട്ട് എല്ലാം ഇറക്കി പിടിച്ചിട്ട് അങ്ങനെ ഇട്ടരാണ്. അപ്പോൾ പിന്നിടാൻ പോവാണ് സുഹൃത്തുക്കളെ. ഇതാ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു പിന്നും കൂടി ഉണ്ടാവും, 2 പിന്നുണ്ടാവും കേട്ടോ. അപ്പുറത്തെ സൈഡിലും പിന്നിടണം, അപ്പുറത്തെ സൈഡിലും പിന്നുണ്ടാവും. അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഇത് ഇതിലിങ്ങോട്ട് വെക്കുക. ഇത് ഇടാൻ കുറച്ച് ഇടങ്ങേറാവലുണ്ട്. ഞാൻ കുറച്ച് ഇടങ്ങേറാവലുണ്ട്. ആഴ്ചക്ക് ഇത് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടാവും. എന്നോട് ഒരു വിരോധം തോന്നണ്ട. ഞാനത് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വേണ്ടത് ചെയ്യുന്നതാണ്. എനിക്ക് അറിയണ കാര്യങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അല്ലാതെ നമ്മൾ ഇവിടെ ഞാനിതിൻ്റെ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ ഇനിയും 2 സ്ട്രോക്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെക്കാനിക്കായിട്ട് പണിയെടുക്കുന്ന ഒരാളും അല്ല. നമ്മൾ വരുന്ന വണ്ടികൾ നമ്മൾ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കലുണ്ടെന്ന് മാത്രം. അല്ലാതെ ഞാനിത് ഭയങ്കര എക്സ്പേർട്ടാണ്, എനിക്ക് തന്നെ അത് അറിയുള്ളൂ എന്നുള്ള മൈൻഡുള്ള ആളേ അല്ല. അപ്പോൾ അതുകൊണ്ട്
എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വണ്ടിയിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലോക്ക് ഞാൻ കണ്ട ഈ നോസ് പ്ലെയർ ഇട്ടിട്ടാണ് ഞാൻ ലോക്ക് ഇട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുന്നത് പുറത്തേക്ക് പോരുന്നുണ്ടോ എന്നുള്ളത് വേണ്ട. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, പക്കായി. ഇനി അപ്പുറത്തെ സൈഡത്തെ ലോക്ക് ഇതേപോലെ സെയിം പ്രൊസീജിയർ അപ്പോഴും അവിടെയും ചെയ്യുക, അപ്പുറത്തെ സൈഡിലും ചെയ്യുക, ഇടത്തെ സൈഡിലും ഇതേപോലെ ആ ലോക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ അതോട് കൂടിയിട്ട് പിസ്റ്റൺ അവിടെ ലോക്കായി. പിന്നെ സിലിണ്ടർ ഇറക്കുക, ഹെഡ് ഫിറ്റ് ചെയ്യുക, സൈലൻസർ കൊടുക്കുക, വണ്ടി സ്റ്റാർട്ടാക്കുക, പരിപാടി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ പ്രൊസീജിയർ ഇനി വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സിലിണ്ടർ കൊടുക്കണ മുന്നേ ഈ റിങ്സ് ഞാൻ നേരത്തെ 2 പോയിന്റ് പറഞ്ഞില്ല. ഇവിടെ റിങ്സ് ടോപ്പത്തെയും അതേപോലെ ടോപ്പിലെ റിങ്സും അതേപോലെ താഴത്തെ റിങ്സും കൊടുക്കേണ്ട പൊസിഷൻ, ആ ഒരു പിന്ന് അറിയില്ല. ആ പിന്നിന് കറക്റ്റ് ആ റിങ്സ് കറക്റ്റ് വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് തിരിയാനുണ്ടാവും. ജസ്റ്റ് ഇവിടുത്തെ ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് പോയിട്ട് അതായത് സെൻറ്റർ സ്റ്റാൻഡിലല്ല വണ്ടി നിൽക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ നിർത്തണം, എന്നാലേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടെ, ഇവിടെ ബാക്കിയുള്ള കാര്യം കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതാ സെൻട്രൽ സ്റ്റാൻഡിൽ എത്തി. നിങ്ങൾ പിസ്റ്റൺ അയക്കുന്ന സമയത്ത് എന്തായാലും സെൻട്രൽ സ്റ്റാൻഡിൽ ഇടുക. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. നമ്മളിവിടെ പാക്കിങ് വെച്ചിട്ടുണ്ട്. ഇനി പാക്കിങ് പേസ്റ്റ് ഇടണം നിർബന്ധം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. അഥവാ ലീക്ക് വന്നാൽ പണി ആവശ്യമായിട്ടാണ് ഞാൻ പേസ്റ്റ് ഇടുന്നത്. ഞാൻ എപ്പോഴും അഞ്ഞൂറ് എടുക്കുന്ന സമയത്ത് പേസ്റ്റ് ഇടാതെ എന്തില്ല, ആ വണ്ടി സെറ്റ് ചെയ്തില്ല. പിന്നെ പേസ്റ്റ് ഇടാൻ മറന്ന് അഥവാ ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയക്കണം. ഒരു വണ്ടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയക്കുമ്പോൾ ഭയങ്കര ഒരു മൂഡ് വേണം, ടൂ ഷോക്ക് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ. അതുകൊണ്ട് ഞാൻ എന്തായാലും പേസ്റ്റ് ഉപയോഗിക്കലുണ്ട്. ഞാനിവിടെ പേസ്റ്റ് ഇടുന്നുണ്ട്. പേസ്റ്റ് ഇട്ട് സെറ്റ് ആക്കിയിട്ടാണ് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ പേസ്റ്റും പരിപാടിയൊന്നും കാണിക്കണില്ല. ജസ്റ്റ് ആ പേസ്റ്റ് എടുക്കുക, ഇവിടെ ഇങ്ങനെ അതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറേ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിത് പേസ്റ്റ് ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പാക്കിംഗ് പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പേസ്റ്റും കാര്യങ്ങളും കൂടുതൽ ഇടണ്ട. അപ്പോൾ കുറച്ചിടുക, ആവശ്യത്തിന് മാത്രം ഇടുക. കുറച്ച് മുളക്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പൊടി എന്ന് പറഞ്ഞ പോലെ കുറച്ച് ഇടുക. ഇനി നമുക്ക് കുറച്ച് ഓയിൽ, പിസ്റ്റലിൽ ജസ്റ്റ് ഒന്ന് ഓയിലാക്കി കൊടുക്കുക, സിലിണ്ടറിൽ ജസ്റ്റ് ഓയിലാക്കി കൊടുക്കുക, സിലിണ്ടർ അവിടെ ഇറക്കുക. ഓക്കെ, ഈ ഓയിലാക്കുന്ന സമയത്തും നമ്മളെ കയ്യിൽ പൊടി ചളിയൊക്കെ ഉണ്ടാവുന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇറക്കിയാൽ മതി. മറ്റേ പൊടി ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെയും സ്ക്രാച്ച് ആവും. ജസ്റ്റ് അതൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൽ ഈ പിസ്റ്റൺ മേലെ സിലിണ്ടർ ഉള്ളിലൊന്നും എന്ത് ചെയ്യരുത്, പൊടി കയറരുത്. പൊടി കയറി കഴിഞ്ഞാൽ സ്ക്രാച്ച് ആവും. പെട്ടെന്ന് സ്ക്രാച്ച് ആവില്ല, ഇട്ട പോലെയാണ് സ്ക്രാച്ച് ആവുമെന്നല്ല പറയുന്നത്. നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ എന്തെങ്കിലും പിസ്റ്റണിൽ കുടുങ്ങി കഴിഞ്ഞാൽ എന്തായാലും സ്ക്രാച്ച് ആവും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഓയിലിൻ്റെ എടുത്തിട്ട് നമ്മൾ കൈവെള്ളിയിലുണ്ട് എടുത്തിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് ഓയിൽ ഒഴിക്കാനായിട്ട് നിങ്ങൾ കുറച്ചും എടുത്തിട്ടുണ്ട് പാർന്നാൽ മതി. എന്നാൽ പിന്നെ ഇടങ്ങേറാണ്. ശരി, കുറച്ചുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് പുറത്തൊക്കെ പോകും, ഒന്നും മൈൻഡ് ആക്കണ്ട. ഓക്കെ, ഈ പിസ്റ്റൺ നമ്മൾ അതിൽ കൊടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് പിസ്റ്റൺ പെട്ടെന്ന് അങ്ങോട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത്. ലൈറ്റിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നല്ല രീതിയിൽ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല. നമ്മളിവിടെ കുറേ ദിവസമായിട്ട് ഇരുന്നതുകൊണ്ട് അതിൻ്റെ ഓയിലിൻ്റെ അംശമൊക്കെ പോയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ പിന്നെയും ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കണേ. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താത്തണ മുന്നേ ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഒട്ടി പിടിച്ചിക്കണം എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്നത് പേപ്പറിട്ടൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക, എന്നിട്ട് കയറ്റാം. അപ്പോൾ നമ്മൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് മതി, ഓവറാക്കിയിട്ട് അതിൻ്റെ ഇത് തേയ്മാനം വരുത്തണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ സിലിണ്ടർ സെറ്റ് ചെയ്യാം. ഇതിൽ വാൾവ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് സിലിണ്ടർ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ ഞാനിതാ കുറച്ച് അങ്ങോട്ട് വെക്കുന്നുണ്ട്. സിലിണ്ടർ നമുക്ക് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ, ഒന്നും കൂടെ എന്ത് ചെയ്യാം, റിങ്സ് കറക്റ്റ് പൊസിഷനിലാണ് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. ഇത് താത്തന് മുന്നേ, സിലിണ്ടർ താത്തന് മുന്നേ റിങ്സ് കറക്റ്റ് പൊസിഷനിലാണോ ഒന്ന് നിൽക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ റിങ്സ് ചെറിയൊരു കുഴപ്പമില്ലാത്ത തിരിച്ചിൽ തിരിഞ്ഞിട്ടുള്ളൂ അവിടെ. ഓക്കെ, കറക്റ്റ് 2 സ്ഥലത്തും നമ്മൾ
റിങ്സ് കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സിലിണ്ടറാണ് താത്തി കൊടുക്കാം. സിലിണ്ടർ താത്തുമ്പോൾ നമുക്ക് റിങ്സ്, അതിനാണ് ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് കേട്ടോ. റിങ്സ് കുടുങ്ങും. അപ്പോൾ കുടുങ്ങുന്ന സമയത്ത് ആ തള്ളിയിട്ട് ഉള്ളിലേക്കാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ, നമ്മൾ ട്യൂണിങ് സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നത്. ഒരു സൈഡിൽ കൂടെ കയറുന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാ സിലിണ്ടർ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് ക്യാമറ ഹോൾഡിങ്ങും ഈ സിലിണ്ടർ ആണ്ടും ഇങ്ങോട്ടും തിരിക്കലും ഒക്കെ കൂടെ പരിപാടി നടക്കില്ല വെച്ചിട്ടാണ് അവിടെ കൊണ്ടുവന്ന് വെച്ച്. ഓക്കെ, ഇനി ഇതാ കണ്ടോ, ഇതിൽ സിലിണ്ടറിന് 4 നമ്മൾ താത്താൻ വേണ്ടിയിട്ട് 4 ഹോള് കൊടുത്തിട്ടുണ്ടാവും. അതിൽ കണ്ട് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ആ ഹോള് കറക്റ്റാക്കുക, ഹോള് കറക്റ്റാക്കി കൊടുക്കുക. എവിടാ ഹോള് ഇട്ട് വാടാ. പരിപാടി ചെയ്യുമ്പോൾ ദേഷ്യം വരാൻ പാടില്ല ചേട്ടാ. ദേഷ്യം വന്നാൽ മൂട് പോവും. സത്യമാണ്. ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്താൽ ഒരു പ്രശ്നമില്ലാതെ തിരിയാ. അതാണ് ഇവിടെ വയറ് കുടുങ്ങിയില്ലേ, അതാണ് പിന്നെ താവാനൊരു മടി. അല്ല, അവിടെ എന്തെങ്കിലും തടസ്സമില്ലാതെ എന്തെങ്കില്ല സിലിണ്ടർ താവാതിരിക്കില്ല. അല്ലാണ്ട് കുടുങ്ങി കഴിഞ്ഞാൽ ഒരൊറ്റ താവലാവും. അപ്പോൾ ഇനി നമുക്ക് പിസ്റ്റൺ ജസ്റ്റ് ഒന്ന് പൊക്കുക. കണ്ടോ, ഈ പിസ്റ്റൺ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. പതുക്കെ വെച്ചെടുത്താൽ എന്ത് ചെയ്യും, പിസ്റ്റൺ ഒന്നാണ്ട് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ റിങ്സ് ഒരു സൈഡ് കുടുങ്ങിയിട്ടുണ്ടാവും. ആ കുടുങ്ങിയ സൈഡ് ഇതാ ഇങ്ങനെ തള്ളി കൊടുക്കുക. ഏതാണോ കുടുങ്ങിയ സൈഡ്, ആ കുടുങ്ങിയ സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് കയറി പോവുക റിങ്സ്. അതുകൊണ്ട് ഉള്ളിലേക്ക് തന്നെ പ്രസ് ചെയ്തിട്ട് റിങ്സ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് ചാടാൻ അയക്കരുത്. ഓക്കെ, ഈ സൈഡ് കയറി. ഈ സൈഡത്തെ റിങ്സും കൂടി നമ്മൾ പതുക്കെ ഇത് സ്റ്റഡി ആക്കി പിടിക്കട്ടോ. സ്റ്റഡി ആക്കി പിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ റിങ്സ് കറുത്ത് കയറുള്ളൂ. ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 2 ആളൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഇടുന്നതുകൊണ്ടാണ് ഒരാളെയും വിളിക്കാത്തത് കേട്ടോ. ഓക്കെ, ഒരു റിങ്സ് കറക്റ്റ് ചാടി. ഈ മേലത്തെ റിങ്സ് ഉണ്ടല്ലോ നിങ്ങൾ, ഈ റിങ്സ് മുകളിലത്തെ ടോപ്പ് റിങ്സ് ചാടി കറക്റ്റ് സിലിണ്ടറിൽ കയറിയിരുന്നു. ഇനി രണ്ടാമത്തെ റിങ്സും ഏകദേശം പകുതിക്ക് കയറിയാണ്. ഇനി ഇവിടെയും കൂടെ തള്ളി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിലിണ്ടർ ഫുള്ളായിട്ട് അങ്ങ് കയറും. ഇത് തള്ളണ സമയത്ത് ഭയങ്കര പ്രഷർ കൊടുത്തുകൊണ്ട് പിടിച്ചുകാണ്ട് ചെയ്യരുത് കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ റിങ്സ് പൊട്ടിക്കഴിഞ്ഞാൽ റിങ്സ് മാത്രം വാങ്ങാൻ കിട്ടില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതേപോലെ ഇത് കയറാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, റിങ്സ് പിടിച്ചിട്ട് അമർത്തിയിട്ട് തട്ടിയിട്ട് ഇറക്കരുത്. അപ്പോൾ റിങ്സ് പൊട്ടും. റിങ്സ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പുതിയ റിങ്സ് കിട്ടാണ്ടെങ്കിൽ ചെയ്തണ്ട. ഞാൻ ആ റിങ്സ് കറക്റ്റ് ഇട്ടോട് കൂടിയിട്ട് സിലിണ്ടർ താന്ന് ഇത് വന്ന് കൈ എടുക്കുക. കൈ എടുത്തു കഴിഞ്ഞാൽ സിലിണ്ടറാണ് കുടുങ്ങി. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഇറക്കണം. തട്ടിയിട്ടാണ്ട് ഇറക്കുക. അപ്പോൾ അതൊക്കെ ഇറക്കി കൊടുത്താൽ ഇറങ്ങും. കിക്കർ ജസ്റ്റ് ഒന്ന് താത്തി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പതുക്കാണ്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ആ ലൂബ്രിക്കേഷൻ കറക്റ്റ് എല്ലായിടത്തും ഫ്ലോ കറക്റ്റായിട്ട് വരും. എന്നിട്ട് പിസ്റ്റൺ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്ന് നിർത്തുക. കണ്ടോ, പിസ്റ്റൺ ടോപ്പിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ കിക്കറാണ്ട് താത്തി കൊടുത്തു കഴിഞ്ഞാൽ പിസ്റ്റൺ ഏറ്റവും ടോപ്പിൽ നിൽക്കും. അവിടെ നിന്ന് ഇനി നമുക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, കഴിഞ്ഞ വീഡിയോ കാണാതെ വെറുതെ ഇരുന്ന് അയക്കാൻ നിൽക്കരുത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മാത്രം ചെയ്യുക. കഴിഞ്ഞ വീഡിയോ ഞാൻ കറക്റ്റ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. നമ്മൾ ഉള്ളി പെറുക്കിയാണ്ട് ഈ കൊട്ടയ്ക്ക് ഇട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ അല്ല, ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ടിന്ന് തരാം. അപ്പോൾ ആ സാധനങ്ങൾ മൊത്തം നമ്മൾ ആണ്ട് തന്നെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒഴിവാക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പഴയ പിസ്റ്റനും വെൽ ബെയറിങ്ങൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. നമ്മളെ ഇവിടുത്തെ 2 ബോൾട്ട്, ഇവിടെ 2 10-ൻ്റെ ബോൾട്ടല്ല നെട്ട് വരും. ആ നെട്ട് ആദ്യം ഇടുക. എന്നിട്ട് സിലിണ്ടർ ടൈറ്റ് ചെയ്യുക. സിലിണ്ടർ ടൈറ്റ് ചെയ്തിട്ടേ ബാക്കിയുള്ള പരിപാടി നമുക്ക് നിൽക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വെക്കുക. ഞാൻ ബോക്സ് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യണത്. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ വണ്ടി മുന്നേ വന്നണേ. അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ വണ്ടി മുന്നങ്ങ് പൊന്തി അങ്ങനെ പോകണം. നമ്മൾ സിലിണ്ടർ പോട്ട് ചെയ്താലോ അങ്ങനെ ഉണ്ടാവും. സിലിണ്ടർ കൊണ്ട് പോട്ട് ചെയ്താലോ. പക്ഷെ 75-ൽ പോട്ട് ചെയ്തിട്ട്
പവറൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു പിന്നെ അടുത്ത സിലിണ്ടർ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. നമ്മളൊക്കെ സിലിണ്ടർ ഉണ്ടല്ലോ അല്ലേ, വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പോട്ട് ചെയ്യാം, അടുത്ത സിലിണ്ടർ പോട്ട് ചെയ്യാം, നമ്മൾ ഒറിജിനൽ സിലിണ്ടർ പോട്ട് ചെയ്യാം, ഇങ്ങോട്ട് കയറ്റാം. ഓക്കെ, ഇവിടെ നമ്മൾ ടൈറ്റാക്കി, അപ്പുറത്ത് നീ ടൈറ്റാക്കണം. ഇവിടെ റിങ്സ് വെച്ചിട്ടാണ് ടൈറ്റ് ആയി പറ്റുള്ളൂ, അതുകൊണ്ട് റിങ് എടുത്ത് കൊണ്ടുതന്നെ വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ അപ്പുറത്തെ സൈഡ് നമ്മൾ എന്നിട്ടുണ്ട് റിങ്സ് വെച്ചിട്ട് റിങ് വെച്ചിട്ട് റിങ്സ് എന്ന് പറയേണ്ടത്. അപ്പോൾ അപ്പുറത്തെ സൈഡും നമ്മൾ റിങ് വെച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നും കൂടെ ഒന്ന് ഒരു സാമ്പിൾ പടിക്കത്തും കൂടി ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ടൈറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെഡ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. അത്യാവശ്യം കാർബൺ ഒഴിവാക്കണം. അതേപോലെ പ്ലഗ് അയച്ചിട്ട് പുതിയ പ്ലഗ് ഇടണം. കണ്ടത് ഈ 2 സ്ട്രോക്കിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലഗ് ഇല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് എൻജിൻ്റെ പ്ലഗ് ആയാൽ കൂടി ഇതിന് ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. നമ്മൾ പ്ലഗ് മാറുന്നതോട് കൂടിയിട്ട് സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. ഓയിൽ അടിച്ച് കയറി കഴിഞ്ഞാൽ, കൂടുതൽ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ഓയിൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പ്ലഗ്ഗൊക്കെ ഓയിൽ കയറും. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ടിങ് ട്രബിൾ വരിക, പ്ലഗ് അടിച്ചു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ 2 സ്ട്രോക്കിൽ വരും. നമുക്ക് പ്ലഗ് മാറി വിടണം. ഈ പ്ലഗിന് പ്രശ്നങ്ങളില്ല, പക്ഷേ രാവിലെ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓഫാക്കിയിട്ട് കുറേ നേരം എൻജിൻ തണുത്ത് കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ വണ്ടി സ്റ്റാർട്ടാകാത്തൊരു മുഷ്കിലുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 5 മണി എടുക്കുമ്പോൾ പ്ലഗ് മാറി വിടും. ഈ എൻജിക്കാൻ്റെ പ്ലഗ് ആണ്, അത് ഓർഡർ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. ബോഷിൻ്റെ പ്ലഗ് ആണെങ്കിൽ നമ്മൾ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ പ്ലഗ് മാറണം. ഇവിടെ സൂര്യാണ്ട് ഇവിടെ ഒട്ടിപ്പിടിച്ചെടുക്കുക അല്ലേ. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാ ബോഷിൻ്റെ പ്ലഗ്. ബോഷ് പ്ലഗ് സാമറായി മാക്സിൻ്റെ ഷോഗൺ അത് തന്നെയാണോന്ന് അറിയില്ല, പക്ഷേ സാമറായി മാക്സിൻ്റെയൊക്കെ ഏകദേശം ഓൾഡ് മോഡൽ ബുള്ളറ്റ് ആ ഒരു സെയിം പ്ലഗ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ബോഷിൻ്റെ നമ്മുടെ പുതിയ പ്ലഗ്. പഴയ പ്ലഗ് ഇതാ നമ്മളിവിടെ ഇതിൽ നിന്ന് പരിപ്പെടുക്കാൻ പോവുകയാണ്. അയച്ചെടുക്കാനായിട്ട് 20ൻ്റെ ബോക്സ് വെക്കുക, റാച്ചറ്റിൻ്റെ എടുക്കുക, ഇത് മുങ്ങോട്ട് വെക്കുക, അയക്കുക. സിമ്പിൾ, സോ സിമ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ പ്ലഗ് ടൈറ്റാക്കി വിടണം കേട്ടോ. സിമ്പിൾ ടൈറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, പഴയ പ്ലഗിൻ്റെ കണ്ടീഷൻ കാണിച്ചാൽ വേണ്ട, ഓയിൽ അടിച്ച് കയറി എല്ലാം പരിപ്പായിട്ടുണ്ട്. ഓയിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഉള്ള കാർബൺ മൊത്തം ഒഴിവാക്കണം. അപ്പുറത്തെ സൈഡ് നമ്മൾ ഏകദേശം കാർബണൊക്കെ ഒഴിവാക്കിയാണ്. പേപ്പർ ഇട്ട് അരുതി വൃത്തിയാക്കിയാണ്. പേപ്പർ ഇടുമ്പോൾ ഒന്നായിട്ട് പേപ്പർ ഇട്ട് വരച്ച് ആ ഹെഡാണ്ട് കുളമാക്കി വെക്കരുത്. ഒരു നോർമൽ പതുക്കിങ്ങനെ വരുതി ആ കാർബൺ കളഞ്ഞാൽ മതി. ഓക്കെ, എന്താ അപ്പോൾ രണ്ടും വൃത്തിയാക്കി വെക്കുക. ഓയിലിൻ്റെ അംശം കളയുക. എന്നിട്ട് പുതിയ പ്ലഗ് ഇതാ, ഒന്നുമില്ല, എങ്ങനെ അയച്ചത് അതേപോലെ പുതിയ പ്ലഗ് കൊണ്ട് ടൈറ്റാക്കി കൊടുത്തിട്ട് ഹാച്ചറ്റിൻ്റെ അടുത്താണ് ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ, ടൈറ്റ് അയക്കണമെന്ന് ഉറപ്പ് വരുത്തുക. ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ മേലൊരു സാധനം ഉണ്ടാവും, സുനാൻഡ്രി ഉണ്ടാവും. ആ സുനാൻഡ്രി എടുത്ത് ഒഴിവാക്കുക. വേണ്ട, പ്ലഗ്ഗൊക്കെ തുരുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അടുത്ത പരിപാടി നമ്മളെ പാക്കിംഗ് കിറ്റ് എടുത്തിട്ട് അതിന് നമ്മളെ മറ്റവൻ ഹെഡ് പാക്കിങ് പുതിയതായിട്ട് കൊടുക്കണം കേട്ടോ. അതായത് എന്തായാലും ഏകദേശം ഈ ആകെ അമ്പിയിട്ടുണ്ടാവും, പുതിയതുണ്ടാവും. നല്ലത് ഹെഡ് പാക്കിങ് മാത്രം കിട്ടില്ല, ഹാഫ് കിറ്റ് തന്നെ കിട്ടില്ല, ഫുൾ കിറ്റാണ് ഇപ്പോൾ കിട്ടുന്നത്. ഗോൾഡ് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഈ ഹാഫ് പാക്കിന് എത്ര റുപ്യ ഉള്ളൂ അറിയാമെങ്കിൽ ഈ കിറ്റിന് വെറും 30 റുപ്യ ഉള്ളൂ. 30 റുപ്യ എവിടെ നിന്നാണ് കിട്ടും? 30 റുപ്യക്ക് ഹാഫ് കിറ്റ് ഗോൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് കിട്ടിയാണ്. ഓക്കെ, ഇതൊക്കെ ഓയിലും സംഭവങ്ങളൊക്കെ ഉണ്ട് ഒഴിവാക്കിയിട്ട് നേരെ നമ്മളെ ഹെഡ് പാക്കിങ് ചെറിയൊരു ബെൻഡുണ്ട്, അതാണ് വെച്ചു കൊടുത്താൽ പരിപാടി. ഹെഡ് പാക്കിങ് കറക്റ്റ് ഉണ്ടെങ്കിൽ നോക്കുക. പിസ്റ്റന് തട്ടണോ നോക്കട്ടെ. പിസ്റ്റന് തട്ടിക്കാണ്ടാണ് ഹെഡ് പാക്കിങ് ഇരിക്കുന്നുണ്ടെങ്കിൽ വലിയ കമ്മിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നോക്കുക. ഒറ്റ പാക്കിങ് കിട്ടാൽ മതി. 2 പാക്കിങ് കിട്ടുന്നവരുണ്ട്,
പിസ്റ്റമ്മ എടുത്ത മാതിരി കംപ്രഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പാക്കിങ് ഇട്ടാൽ മതി. RX-ലൊക്കെ ആണ് രണ്ട് പാക്കിങ് ഇട്ടുകൊണ്ട് വണ്ടീൻ്റെ കംപ്രഷൻ കുറച്ചുകൊണ്ട് കോളാക്കി വെച്ചിട്ടുണ്ടാവും നമ്മുടെ വണ്ടി അയക്കുന്ന സമയത്ത് കണ്ടോ. അപ്പോൾ ഈ പൊസിഷനിൽ പാക്കിങ് കൊണ്ട് ഇടുക. പാക്കിങ് കൊണ്ട് ഇട്ടിട്ട് ഹെഡ് അങ്ങോട്ട് എടുക്കുക. നേരതാ നേരത്തെ നമ്മൾ സിലിണ്ടർ കൊടുക്കില്ലേ അതേമാതിരി ഹോളുണ്ടാവും ഇതിൽ. അതേപോലെ കൊണ്ട് വെക്കുക. എഞ്ചിൻ പണി കഴിഞ്ഞ്. ഓക്കെ, ഇനി ബിസ്മിൻ ചൊല്ലി സ്റ്റാർട്ടാക്കിയാൽ വണ്ടി റെഡി. അവിടെ പറയാനുള്ള ഞാൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ മര്യാദ ചെയ്യാൻ പറ്റും. പകുതി വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ പകുതി കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആയി എന്ന് പറയരുത്. അതുകൊണ്ട് കുറേ കഴിഞ്ഞ വീഡിയോയിലും കുറേ ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മാക്സിമം കമൻറ്റ് ഇടാനായിട്ട് ശ്രമിക്കുക. ഞങ്ങൾ കമൻറ്റ് മാക്സിമം റീപ്ലൈ തരുന്നുണ്ട്. പിന്നെ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ആ കമൻറ്റൊക്കെ ഞാൻ വായിക്കാനായിട്ടും ശ്രമിക്കാം. അതുകൊണ്ട് കമൻറ്റ് മാക്സിമം നിങ്ങൾ കമൻറ്റ് സെക്ഷൻ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ സംശയം നിങ്ങൾ ചോദിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും എന്ത് ചെയ്യും, കമൻറ്റുകൾ ഇങ്ങനെ വായിക്കും. ഒരു 5-6 ആളെ കമൻറ്റ് ഞാൻ തീർച്ചയായിട്ടും വായിക്കുക അടുത്ത വീഡിയോ മുതൽ. ഓക്കെ, ഒരു ട്രാവൽ വീഡിയോ വരാണ്ട്, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇത് കുറേ നെറ്റ് ബോൾട്ടൊക്കെ ഇല്ലേ, ഇതൊക്കെ ആയിരിക്കും ഈ വാഷറിലൊക്കെ ഇവിടെ വരുന്നതാണ്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലുള്ള വാഷറും നെട്ടും ബോൾട്ട് ഇടാനുള്ളൂ. അപ്പോൾ ആ നെട്ട് ബോൾട്ട് കെട്ടിയതിൻ്റെ ശേഷം ഞാൻ കാർബറേറ്റർ കൊടുക്കിയിട്ട് കാർബറേറ്ററും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ കൊടുക്കി കഴിഞ്ഞാൽ നമുക്ക് സൈലൻസർ കൊടുക്കുക, വണ്ടി സ്റ്റാർട്ടാക്കാം. ഇനി നമുക്ക് കാർബറേറ്റർ കൊടുക്കാം. കാർബറേറ്റർ നമ്മൾ ഊരിയ മാറിയാവില്ല കൊടുക്കുമ്പോൾ കുറച്ച് അടങ്ങാറാവും. അപ്പോൾ ഞാൻ കാർബറേറ്റർ ജസ്റ്റ് നമ്മൾ ഊരിയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം കാർബറേറ്റർ അങ്ങനെ കൊടുക്കണേ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഊരിയിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അതേപോലെയാണ് സെറ്റ് ചെയ്താൽ മതി. സൈലൻസർ ഇതാ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞുതരാം. സൈലൻസർ ഇവിടെ എൻ്റെ ഈ ആക്സിലാണ് തള്ളുക, നേരെ കൊടുക്കുക, എന്നിട്ടിട്ട് ടൈറ്റ് ചെയ്യുക. പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ രണ്ടും കൊടുക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമ്മളെ എൻജിൻ ഗാർഡിൻ്റെ ഈ ഒരു ഇവിടുത്തെ പെയിൻറ്റ് ചെറുതായിട്ട് പോയിട്ടാണ് മറ്റേ സൈലൻസർ ചെറുക്ക് ചെയ്യും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് പെട്രോൾ കാണിച്ചു തരാം. പെട്രോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്റ്റൺ പണിക്കുള്ള പെട്രോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓയിൽ കൂട്ടി വയ്ക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇത് 200 രൂപേൻ്റെ പെട്രോളാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 200 രൂപയ്ക്ക് ഞാൻ മേടിച്ച പെട്രോളാണിത്. അപ്പോൾ ഇതിലാണ് ഞാൻ 40 രൂപേൻ്റെ ക്യാമറ പൊക്കട്ടെ 40 രൂപേൻ്റെ ടൂട്ടി ഓയിൽ ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. 40 ഒഴിക്കണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ലോഡ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് 40 ഒഴിച്ച്. 40 ഒഴിച്ചാൽ ഇവിടെ നല്ല രീതിയിൽ പുക സ്മോക്ക് ചെയ്യും, നല്ല രീതിയിൽ പുക ഉണ്ടാവും. അപ്പോൾ 40 രൂപേൻ്റെ പെട്രോൾ 40 രൂപേൻ്റെ ഓയിൽ ഞാൻ ടൂട്ടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ 160 രൂപേൻ്റെ പെട്രോൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി ടാങ്കിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ടാവില്ലേ? അപ്പോൾ ഇതാ 160 രൂപേൻ്റെ പെട്രോള്, 40 രൂപേൻ്റെ ഓയിൽ ഒഴിക്കോട്ടാ. ടാങ്കിൽ കുറച്ച് പെട്രോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറമെയാണ് ഞാനിത് എന്ത് ചെയ്യുന്നത് 160 രൂപേൻ്റെ പെട്രോള് ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഓക്കെ, കുടിച്ചോ. വേഗം കുടിച്ചോളൂ. ചേട്ടാ ഓക്കെ. പഠിച്ചോനെ, ഈ വണ്ടിക്ക് കുതിരൻ്റെ ശക്തി നൽകണേ. ചോക്ക് അങ്ങോട്ട് വലിക്കുക. 3 5ാമത്തെ കിക്കിൽ വണ്ടി സ്റ്റാർട്ട്. നമുക്ക് കുറച്ച് നേരം ഇതേ റണ്ണിങ്ങിൽ ഇടണം കേട്ടോ. അതായത് ഒരു 2 മണിക്കൂർ റണ്ണിങ്ങിൽ ഇടണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഷോക്കിലിട്ടിട്ടുള്ളത്. പറഞ്ഞാൽ റണ്ണിങ് വണ്ടിയുടെ ആ റണ്ണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഓഫ്
ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണം. ക്രാങ്ക് ചെറിയ രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഓടി 1000 കിലോമീറ്റർ ഓടിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്രാങ്ക് പണിയെടുക്കാം. ഓക്കെ, ഓക്കെ, നമ്മൾ പിസ്റ്റൺ ലോഡാക്കിയിട്ടുണ്ട് കേട്ടോ. പിസ്റ്റൺ ലോഡാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. 2 മണിക്കൂർ ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. ഇതിലിങ്ങനെ ബബിളൊക്കെ വരുന്നുണ്ട്, അതിനുള്ളിൽ എക്സോസിനുള്ളിൽ ബബിളൊക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ശേഷം ഇൻഡിക്കേറ്റർ, ബാക്കത്തെ ബ്രേക്ക് ലൈറ്റ് ഇതെല്ലാം ഫുള്ള് പക്ക വർക്കിംഗ് ആട്ടോ. ഓക്കെ, ആരാ പറഞ്ഞ നമുക്ക് പിസ്റ്റൺ പണി അറിയില്ലാന്ന്? ഇങ്ങനെ തന്നെ പഠിക്കണേ. ഇനി ഒരു 2 മണിക്കൂർ നമ്മൾ ഇതേപോലെ പിസ്റ്റൺ ലോഡാക്കിയിടണം. കൈ നോക്കി ഞങ്ങൾ കേട്ടോ, ഇതൊക്കെയാണ് പിസ്റ്റൺ പണി എടുത്തുള്ള പ്രശ്നം. കൈ നല്ല കാകരിപ്പോൾ 2 മണിക്കൂർ നമ്മൾ ഇതേപോലെ പിസ്റ്റൺ ലോഡാക്കിയിട്ട് ഇങ്ങനെ ഇടണം. ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിച്ചു തരാം, എന്നിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. ക്രാങ്കിൻ്റെ പണി ചെറുതായിട്ടുണ്ട്. ചെറുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത്യാവശ്യം വലിയ രീതിയിലില്ല, പക്ഷേ ക്രാങ്ക് അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇനി അത്യാവശ്യം ഓടിൻ്റെ ശേഷം 1000 കിലോമീറ്റർ ഓടിൻ്റെ ശേഷം മൂഡ് വരുന്ന സമയത്ത് ഞാൻ എടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഇപ്പോൾ ക്രാങ്കിൻ്റെ പണി ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ വിഷയങ്ങളില്ല. ഭയങ്കര രീതിയിലുള്ള സൗണ്ടല്ല. സുസൂക്കിയുടെ എഞ്ചിനാണ്, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള എഞ്ചിനാണ്. അതേപോലെ അത്യാവശ്യം ലൈഫ് കിട്ടുന്ന എഞ്ചിനാണ് സുസൂക്കിൻ്റെ. അപ്പോൾ നമ്മൾ പക്ഷേ ട്രാവൽ വീഡിയോസൊക്കെ ഇതും നമ്മുടെ RX വെച്ചിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് തൊടാനായിട്ട് നിൽക്കരുത്. ഞാനിത് എക്സ്പേർട്ട് ആയിട്ടൊന്നുമല്ല. ഞാൻ ഇത്രയും വണ്ടികൾ റീസ്റ്റോർ ചെയ്തതുകൊണ്ടും ഇതിൻ്റെ വർക്ക് അറിയാവുന്നതുകൊണ്ടും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്തതെന്നുള്ളൂ. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഉള്ളിപ്പറക്കി ഇടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒന്ന് തൊടാൻ നിൽക്കരുത്. ചൊറയാവും, വണ്ടി സ്റ്റാർട്ട് ആവാതാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെടാത്ത തീർച്ചയായും പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വേണമെങ്കിൽ അടുത്ത വീഡിയോയിലാണ്. ബൈ.